ഹായ്, ഞാൻ ഈ അടുത്ത് വായിച്ചൊരു പുസ്തകത്തിൽ ഒരാളുടെ അനുഭവക്കുറിപ്പായിരുന്നു അത്. ആ അനുഭവക്കുറിപ്പിൽ അയാൾ ഒരു 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 ബാലൻ അയാൾ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസം നേടി അയാളുടെ ഉന്നതിയിലേക്ക് എത്തിയത് എങ്ങനെ എന്നുള്ള ഒരു കഥ പറയുന്ന ഒരു പുസ്തകമാണ്, ഒരു അനുഭവക്കുറിപ്പാണ്. ആ പുസ്തകത്തിൽ അയാൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്കെല്ലാവർക്കും വളരെ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും അയാളുടെ പ്രീഡിഗ്രി കാലം പറയുന്നത് അതിരാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റ് അമ്മയുടെ കൂടെ പുഴയിൽ മണ്ണ് വാരാൻ പോയി. അത് കൊട്ടയിൽ ചുമന്ന് ജീപ്പിൽ കയറ്റി വിടുക. അത് രാവിലെ 4:30 മുതൽ 8:30 വരെ ആ പരിപാടി തുടർന്ന് അത് കഴിഞ്ഞ് ഓടി വീട്ടിലെത്തി കുളിച്ച് വസ്ത്രം മാറി അയാൾ 8 കിലോമീറ്ററോളം നടന്ന് അയാളുടെ കോളേജിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ കോളേജിൽ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു, പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. അദ്ദേഹം മാസ്റ്റേഴ്സ് പഠിക്കാൻ ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിൽ MSc സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഒരു ദിവസം വളരെ യാദൃശ്ചികമായി ഒരു പത്രത്തിൽ കണ്ട പേപ്പർ കട്ടിങ്, അതായത് ഫ്രഞ്ച് ഗവൺമെൻറ് ഗവേഷകരെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമായിരുന്നു അത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗവേഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ അപേക്ഷിക്കാം. അവർക്ക് ഈ പ്രോജക്റ്റ് ഫ്രാൻസിൽ പോയി 2 മാസം നിന്ന് അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഗവേഷണ പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 2 ലക്ഷത്തിൻ്റെ മേലെയുള്ള 2 ലക്ഷം രൂപയോളം അവർക്ക് കിട്ടും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ വീട്ടിൽ അമ്മയ്ക്ക് ക്യാൻസറായിട്ട് മരുന്ന് വാങ്ങാൻ തന്നെ മാസത്തിൽ ഏകദേശം 40,000 രൂപ വേണം. അതിന് പുറമെ ഇദ്ദേഹത്തിന് പഠന ചിലവുകൾ, ഒരുപാട് ചിലവുകളും കാര്യങ്ങളുമായിട്ട് വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പരസ്യം കാണുന്നത്. ഈ പരസ്യം പ്രകാരം അദ്ദേഹം അതിന് എലിജിബിൾ അല്ല. കാരണം ആ പരസ്യത്തിലുള്ളത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് സ്പെഷ്യലിസ്റ്റുകളെയാണ് അവർ ക്ഷണിക്കുന്നത്. പക്ഷെ അദ്ദേഹം എന്തായാലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇൻ്റർവ്യൂവിന് അയച്ചു. അദ്ദേഹത്തിന് കിട്ടി, ഇൻ്റർവ്യൂ കോൾ കിട്ടിയിട്ട് ആ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ഇരുന്നപ്പം തന്നെ 4-5 പേര് ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നു. ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തെ അവർ കളിയാക്കിയിട്ടാണ് തുടങ്ങുന്നത്. അവർ പറഞ്ഞത് തന്നെ, ഞങ്ങൾ ഒരു വിദ്യാർത്ഥിനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, ഞങ്ങൾക്ക് വേണ്ടത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗവേഷകരെയാണ്. അപ്പം നിങ്ങൾ വന്നതുകൊണ്ട് ഇവിടെ ആരെയും ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാതെ വിടാറില്ല, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അതിനുള്ളിലേക്ക് ക്ഷണിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ അദ്ദേഹത്തെ അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ അവരെ എല്ലാ സംസാരത്തിലും ഒരു പുച്ഛവും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവർ പറ്റില്ല എന്ന്